ചരിത്രത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ശാസ്ത്ര പുരോഗതിയും പുതിയ പരിഷ്കാരങ്ങളും റോക്കറ്റ് വേദയിൽ ഒരു ഭാഗത്ത് മുന്നേറുകയാണ്. മറുഭാഗത്ത് മനുഷ്യന് രോഗങ്ങളും മാരക രോഗങ്ങളും അതുവഴിയുള്ള ദുരന്തങ്ങളും ഏറി വരികയാണ്. കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ കേരളം ഇന്ത്യ രാജ്യത്ത് എത്രയോ പതിറ്റാണ്ടുകളായി ആരോഗ്യരംഗത്ത് ചികിത്സാ രംഗത്ത് ഒന്നാം സ്ഥാനത്താണില്ലേ? സംശയമില്ല. നമ്മൾ ഇന്ത്യൻ ശരാശരിയേക്കാൾ 8 വയസ്സ് കൂടുതലാണ് ജീവിക്കുന്നത് മലയാളികൾ. നമ്മുടെ വനിതകളുടെ ആരോഗ്യ നിലവാരം കൂടുതലാണ്, ശിശുമരണ നിരക്ക് കുറവാണ്, എല്ലാം ശരിയാണ്. പക്ഷേ രോഗാതുരതയിൽ നമ്മൾ ഒന്നാമതാണ്. അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ലോക തലസ്ഥാനമായി കേരളം മാറുകയാണ്. കുറേ കാലമായി പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചില മഹാന്മാരുടെ വാക്യങ്ങൾ നമുക്ക് ഓർമ്മ വരണം. അരവയർ ആഹാരം, കാൽവയർ വെള്ളം, കാൽവയർ ഒഴിച്ചിടുക, അല്ലേ? നമുക്കൊക്കെ അറിയുന്ന ഒരാൾ 1400 കൊല്ലം മുമ്പേ പറഞ്ഞതാണ്. നമ്മൾ ചെയ്യുന്ന എത്ര ആളുണ്ട്, അല്ലേ? വേറൊരു വാക്യം, തദ്ദേശീയമായി ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ലളിത ജീവിത രീതിയിലൂടെ ഒരു ജനതയുടെ ആരോഗ്യ ജീവിതം ഉറപ്പുവരുത്താം. നേരത്തെ പറഞ്ഞ ആളെ ഓർമ്മയുണ്ടല്ലോ, അല്ലേ? എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പറയുന്ന ആൾ, ആഹാര കാര്യത്തിലുള്ള നമ്മുടെ സമീപനം മാറ്റിയാൽ ഡോക്ടറെ കാണേണ്ടി വരില്ല, അവനവൻ്റെ ഡോക്ടറാവുക. ഇന്ത്യക്കാർക്ക് മൊത്തം പ്രിയങ്കരനായ ഒരു മഹാന്റെ വാക്യമാണ്. ആരതാണ്? ഗാന്ധിയുടേതാണ്. വേറൊരാളെ വാക്യം, ആഹാരം പഥ്യമുള്ളതാണെങ്കിൽ ഔഷധം ആവശ്യമില്ല, ആഹാരം പഥ്യമില്ലാത്തതാണെങ്കിൽ ഔഷധം കൊണ്ട് പ്രയോജനവുമില്ല. ഇതും ഒരു ഇന്ത്യക്കാരൻ, വാഗ്ഭടൻ, ആയുർവേദ ആചാര്യനും സംസ്കൃത പണ്ഡിതനുമായ വാഗ്ഭടനാണ്. മറ്റൊന്ന് യൂറോപ്പിൽ ഒരാൾ പറഞ്ഞതാണ്, 2300 കൊല്ലം മുമ്പേ പറഞ്ഞതാണ്, നിന്റെ ആഹാരമാണ് നിന്റെ ഔഷധം, ആഹാരമല്ലാത്ത മറ്റൊരൗഷധവും നിനക്കില്ല. ആരാന്ന് അറിയോ? ഗ്രീക്കിൽ ജനിച്ച ഒരാളാണ്. 2300 കൊല്ലം. ഹിപ്പോക്രാറ്റസ് എന്നാണ് പോയത്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇതെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാണ് രോഗം വരുന്നത്. അപ്പൊ ഇതില് 40 കഴിഞ്ഞ എത്ര പേരുണ്ട്? 50 കഴിഞ്ഞ ആളുകൾ, 50 കഴിഞ്ഞ, 60 കഴിഞ്ഞ എത്ര ആളുണ്ട്? 70 കഴിഞ്ഞവർ, 70 കഴിഞ്ഞവർ, 70 കഴിഞ്ഞവർ, ഒരാള് 70 കഴിഞ്ഞവർ, ഞാനും 70 കഴിഞ്ഞ ആളാണ് കേട്ടോ. 71 റണ്ണിങ്. 35 കൊല്ലമായി നേരത്തെ പറഞ്ഞ മഹാന്മാർ പറഞ്ഞതുപോലെ ആഹാരം ക്രമീകരിക്കുന്നു. 35 കൊല്ലമായി ഇതല്ലെങ്കിലും ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്യുന്നു. കേരളവും ഇന്ത്യയും ഒട്ടാകെ ഓടിച്ചാടി നടക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ പേരാണ് ആരോഗ്യ ജീവിതം. സമീകൃതവും ശാസ്ത്രീയവുമായ ആഹാരത്തിലൂടെ ആരോഗ്യ ജീവിതമാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ നമ്മളെല്ലാവരും, ഇപ്പോൾ ഈ രോഗമുള്ളവരുണ്ട് ധാരാളം, ഇല്ലേ? ഷുഗറുള്ളവരുണ്ട്. ഷുഗറുള്ള എത്ര ആളുണ്ട്? പ്രമേഹമുള്ള എത്ര ആളുണ്ട്? കേരളത്തിൽ എവിടെ പോയാലും പകുതി ആൾ ഷുഗറുള്ളത്. ഷുഗറുള്ളവർക്കാണ് ഇത് വേഗം എഫക്റ്റ് ചെയ്യുക. മെക്സവൻ കൊണ്ട് മൊത്തം അങ്ങ് ആരോഗ്യം നന്നായി കളയാമെന്ന് വിചാരിക്കരുത്. മെക്സവന് 4 ഭാഗങ്ങളാണ്. ഒന്ന്, ആദ്യത്തെ 15 മിനിറ്റ് നടത്തം, ഓട്ടോ, ചാട്ടം, വനിതകൾ കാര്യമായി ചെയ്യാറില്ല, ഒരു ഭാഗം. രണ്ടാമത്തത് ശാരീരിക ചലനങ്ങൾ, അല്ലേ? നമ്മൾ സ്പീഡിൽ ചെയ്യുന്നത്. മൂന്നാമത്തത് ശ്വസനക്രിയകൾ, ശ്വാസകോശം നിറയുന്നവരെ ശ്വസിക്കുകയും 3 സെക്കൻഡെങ്കിലും പിടിച്ചു വെക്കുകയും ശ്വാസകോശം കാലിയാവുന്നതുവരെ ഇത് വേണം. 4ാമത്തെ ഭാഗം റൗണ്ടപ്പും ചിരിയും, മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി ചിരി വെക്കണം. ഈ 4 ഭാഗം ചെയ്താലാണ് ഇതിൻ്റെ എങ്കിലും പൂർണ്ണ ഗുണം കിട്ടുക. നമ്മൾ അധികം ആളുകളും ഒന്നേ ചെയ്യുന്നുള്ളൂ, ഇല്ലേ? ശാരീരിക ചലനങ്ങൾ, ശ്വാസം പിടിച്ചു വെക്കണം, അത് വളരെ പ്രധാനമാണ്. അതുപോലെ ആദ്യത്തെ നടത്തം, ഓട്ടം, ചാട്ടമൊക്കെ പ്രധാനമാണ്. വനിതകളാണ് അതിൽ മടിച്ചു കളിയുക. ഞങ്ങളെ കൽപ്പറ്റയിലൊക്കെ അങ്ങനെയാണ്. ഞാൻ എല്ലാ ദിവസവും അവസാനത്തെ റൗണ്ടപ്പും മുഖത്ത് നോക്കലും ചിരിക്കലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കലും പേര് പറയലും ഒക്കെ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ ആരോഗ്യത്തിൽ 3 ഭാഗങ്ങളാണ്. 1 ആരോഗ്യ ഭക്ഷണം, 2 ആരോഗ്യ വ്യായാമം, 3 ആരോഗ്യ മനസ്സ് അഥവാ മനോഭാവം. അതെല്ലാണെങ്കിൽ ഈ അവസാനത്തെ ഭാഗം അതൊക്കെ ചെയ്യണം. എൻ്റെ വിഷയത്തിലേക്ക് വരാം. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മണിക്കൂറുകൾ എടുക്കുന്ന ക്ലാസ്സാണ്. ഒരു 15 മിനിറ്റിലോ വേണമെങ്കിൽ 20 മിനിറ്റിലോ ചുരുക്കാം. അർജൻറ്റുള്ള ആൾക്ക് പോകാം. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങൾ 50 വയസ്സുള്ള ആൾ കുറേ ആളുണ്ട്, 60 ഉള്ള ആളുണ്ട്, 70 ഉള്ള ഞങ്ങൾ 4 പേരുണ്ടല്ലേ. ചെറുപ്പത്തിൽ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിരുന്നു. ഭൂമുഖത്ത് 11 ലക്ഷത്തിൽ പരം അമീബ മുതൽ ആന വരെ ജീവിവർഗങ്ങൾ എല്ലാവരും ആരോഗ്യത്തോടെ ജനിക്കുകയും ആരോഗ്യത്തോടെ ജീവിക്കുകയും അവസാന ദിവസം വരെ നിലനിർത്തുകയും ചെയ്യുന്നു. മനുഷ്യന് മാത്രമാണ് ഭൂമിയിൽ ഇത്രയധികം ചെറുപ്പകാലത്തെ ആരോഗ്യ പ്രശ്നം. നമ്മളെല്ലാവരും ഇല്ല, ഒരു 15, 18, 20 വയസ്സിൽ കല്യാണം കഴിക്കുന്ന കാലത്തൊക്കെ നല്ല ആരോഗ്യമായിരുന്നു.
പിന്നെ എപ്പോഴാണ് ഈ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു വന്നത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എപ്പോഴാണ് കുറഞ്ഞു വന്നത്? എന്തായാലും ചെറുപ്പത്തിൽ നല്ല ആരോഗ്യമായിരുന്നു. പിന്നെ ഒരു 20, 25, 30 വയസ്സായപ്പോഴാണ് എന്താണ് ഇതിന് കാരണം? 3 കാരണമാണ് അടിസ്ഥാന കാരണം. നമ്മൾ ചെറുപ്പത്തിലുള്ള ആരോഗ്യം 40 വയസ്സായപ്പോൾ 50 വയസ്സായപ്പോൾ കുറഞ്ഞു രോഗിയാകാൻ അടിസ്ഥാനപരമായി 3 കാരണമാണ്. ഒന്ന് ഡെഫിഷ്യൻസി, പോഷക കമ്മി. അപ്പോൾ നമ്മൾ മലയാളികൾ പറയും എന്ത് ഡെഫിഷ്യൻസി, നമ്മൾ മൂക്കോളം തിന്നല്ലേ കോഴി ബിരിയാണി എല്ലാ ദിവസവും, പിന്നെ എന്ത് ഡെഫിഷ്യൻസിയാന്ന് ചോദിക്കും. ഒന്ന് ഡെഫിഷ്യൻസി. 2 അമിത പോഷണം, ടോക്സിൻ, അമിത പോഷണം. നേരത്തെ പറഞ്ഞില്ലേ, അരവയർ പറഞ്ഞില്ലേ? അരവയർ നമുക്ക് പല ആളുകൾക്കും ഇല്ലേ, കല്യാണ വീട്ടിൽ പോയാൽ തീന്മേശയിലെത്തിയാൽ ഓർമ്മ വരില്ല. പിന്നെ ഓർമ്മ വരും എപ്പാന്നറിയാം? ആശുപത്രിയിലെത്തിയാൽ ഓർമ്മ വരിക. അന്ന് ഓർമ്മ വന്നിട്ട് യാതൊരു കാര്യം. അപ്പോൾ 2, ഒന്നാമത്തത് ഡെഫിഷ്യൻസി, പോഷക കമ്മി. 2 ടോക്സിൻ, അമിത പോഷണം. അതുപോലെ അമിത പോഷണം മാത്രമല്ല, നമ്മൾ പലതിലും മസാലപ്പൊടിയിലൂടെ, കൊക്കക്കോലയിലൂടെ, ബേക്കറിയിലൂടെയൊക്കെ അകത്ത് കയറുന്ന കീടനാശിനിയിലൂടെയൊക്കെ അകത്ത് ചെന്ന് ചേരുന്ന സാധനങ്ങൾ. 3-മത്തത് ടെൻഷൻ, മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മളെ മെക്സവൻ ആദ്യത്തെ കാര്യം പരിഹരിക്കില്ല കേട്ടോ. 2-മത്തെ 3-മത്തെ കാര്യം പരിഹരിക്കും. ആദ്യത്തെ കാര്യം എന്താണ്? ഡെഫിഷ്യൻസി. എക്സസൈസ് ചെയ്തുകൊണ്ട് ഡെഫിഷ്യൻസി പരിഹരിക്കും. ഇപ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് സമീകൃതാഹാരം. സമീകൃതാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും ടീച്ചർമാരൊക്കെ ഉണ്ടോ സയൻസ്? നിങ്ങൾ ആരെങ്കിലും ഒരു അഭിപ്രായം പറ. സമീകൃതാഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നല്ല ഭക്ഷണം എന്താണ്? കോഴി ബിരിയാണിയാണ് നല്ല ഭക്ഷണം, അല്ലേ? മന്തിയാണ് നല്ല ഭക്ഷണം, അല്ലെ? ആപ്പിളാണ് നല്ല ഭക്ഷണം, അങ്ങനെയൊക്കെ പറയില്ലേ? ഇത് നല്ലതാണല്ലോ. എന്താണ് പിന്നെ സമീകൃതാഹാരം എന്ന് പറഞ്ഞാൽ? നിങ്ങളെ അറിവ് വെച്ച് പറയാം. എന്നെക്കാണെങ്കിൽ അറിയുന്നവർ ചിലപ്പോൾ ഉണ്ടാവില്ല. സമീകൃതാഹാരം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരും കൊണ്ടോ ഇതിൽ? ഏതെങ്കിലും ഡോക്ടർമാർ? വൈദ്യന്മാർ? എന്താണ് സമീകൃതാഹാരം? അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് പലർക്കും അറിയാം. സമീകൃതാഹാരം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, അല്ലാതെ ചീര കോഴി ബിരിയാണി എന്നല്ല. കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ. കേരളത്തിൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്തൊക്കെയാണ്? അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ. അപ്പോൾ കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമുള്ളതായിരിക്കണം. നമ്മൾ പലരും കഴിക്കുന്നത്, അതിലേക്ക് ഞാൻ വരാം. 2-മത് കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമായ ഫാറ്റ്, കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ്. വൈറ്റമിൻസ് എത്ര എണ്ണമാണ് ആകെ? ABCD 20 എണ്ണമാണ്, അല്ലേ? ABCD 20 എണ്ണം. അതുപോലെ കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമായ ധാതു ലവണങ്ങൾ, മിനറൽസ്, കാൽസ്യം മുതൽ സോഡിയം വരെ എത്ര എണ്ണമാണ്? 20 എണ്ണമാണ്. കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം, ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ കഴിക്കുന്ന ആളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കാൻ ജീവികൾ വനിതകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മിക്കവാറും 50 വയസ്സാകുമ്പോഴേക്ക് 70, 80 ഒക്കെ തോന്നുന്നത്. ഈ ക്യാൻസർ അടക്കം വരുന്നത് വനിതകൾക്ക് വെള്ളം കുടി കുറക്കുന്നതുകൊണ്ടാണ്. അതിന് നിങ്ങളുടേതായ കാരണം ഉണ്ടാവില്ലേ വെള്ളം കുടി കുറക്കാൻ? അതൊന്നും ശരീരത്തിന് ബാധകമല്ല. നമ്മുടെ സാമൂഹ്യമായ കാരണങ്ങൾ ശരീരത്തിന് ബാധകമല്ല. ശരീരത്തിന് എല്ലാവർക്കും ഒരേ ബാധകം. വെള്ളത്തിൽ ആദ്യം വരാം. എത്ര വെള്ളം കുടിക്കണം ഒരാൾ? 1 കിലോ തൂക്കത്തിന് 20 കിലോ തൂക്കത്തിന് 1 ലിറ്റർ എന്ന കണക്കിൽ കുടിക്കണം. അപ്പൊ ആരാണ് ഏറ്റവും തൂക്കമുള്ള വനിത? എത്ര തൂക്കമുണ്ട്? 75. 3.5 ലിറ്റർ വെള്ളം കുടിക്കണം. എത്ര കുടിക്കുന്നുണ്ട്? പകുതി പോലും കുടിക്കുന്നില്ല. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം 1 മാസം ഇങ്ങനെ വെള്ളം കുടിച്ചാൽ തന്നെ. വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ എന്താ ചെയ്യുക? വെള്ളം കുടിച്ചാലാണ്, നമ്മൾ രാവിലെ വെള്ളം കുടിച്ച് വരണം എന്ന് പറയും. വെള്ളം കുടിക്കുമ്പോഴാണ്, എക്സസൈസ് ചെയ്യുമ്പോൾ 2-3 പരിപാടിയാണ് നടക്കുക. ഒന്ന്, നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ പിന്നെ സ്റ്റോറേജ് കത്തിപ്പോവും എക്സസൈസ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞാൽ ഫാറ്റും കത്തിപ്പോവും. പിന്നെ ഒന്ന്, ടോക്സിൻ റിമൂവ് നടക്കും. അത് നടക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ടോക്സിൻ മൊത്തം ശരീരത്തിൽ കെട്ടിക്കിടക്കും. ടോക്സിൻ ശരീരത്തിൽ കെട്ടിക്കിടന്നാൽ ക്യാൻസറും കിഡ്നിയും അടക്കമുള്ള രോഗങ്ങൾ കാരണമാണ്. വെള്ളം കുടിക്കാത്തവർ ഓർക്കുക, നിങ്ങൾ രോഗങ്ങൾ വില കൊടുത്ത് വാങ്ങുകയാണ്. അപ്പോൾ 20 കിലോ തൂക്കത്തിന് 1 ലിറ്റർ. നമ്മുടെ കേരളത്തിലെ വനിതകളുടെ ശരാശരി തൂക്കം 50-നും 60-നും ഇടക്കാണ്. പുരുഷന്മാരുടെ ശരാശരി തൂക്കം 60-നും 70-നും ഇടക്കാണ്. ഒരു കിൻഡലുള്ള ആൾ എത്ര വെള്ളം കുടിക്കണം? നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല എന്ന് മനസ്സിലാണെങ്കിൽ 60 കിലോ ഉള്ള ഒരാൾ 3 ലിറ്ററാണ്. 3 ലിറ്റർ വെള്ളം രാവിലെ അളന്ന് വെക്കും. സാധാരണ കുടിക്കുമ്പോൾ പദ്ധതിയെ കഴിയുന്നില്ല. അപ്പോൾ സുഖേടും വരും, സുഖേട് ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ നമുക്ക് കഴിയും ആശുപത്രി പോകാനും. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് വരാം. ഇനി കാർബോഹൈഡ്രേറ്റ്.
നേരത്തെ പറഞ്ഞ അമിത പോഷണം, മലയാളികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം അരി തിന്ന് തുലയുന്ന ആധുനിക മലയാളി. അരി തിന്നാണ്, അല്ലാണ്ട് ഇറച്ചിമീനും തിന്നല്ല. ഇറച്ചിമീനും അധികം തിന്നാൻ പറ്റില്ലല്ലോ, കല്യാണത്തിനൊക്കെ പോയാൽ അധികം തിന്നല്ലേ. മറ്റേ അരി ഫ്രീ ആണ് കേരളത്തിൽ. 10-15% ആളുകൾക്ക് അരി ഫ്രീ ആണ്. പിന്നെ ഒരു 15% ആളുകൾക്ക് 2 രൂപക്കാണ് അല്ലേ. നമ്മളെത്ര, ഞാൻ വാങ്ങുന്നത് 15 രൂപയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് അരി. എത്ര അരി, കാർബോഹൈഡ്രേറ്റ് എത്രയാണ് വേണ്ടത്? കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അരി കുറച്ചാൽ മാത്രം, ഒരു മാസം അരി കുറച്ചാൽ മെക്സവൻ കൊണ്ട് ഡബിൾ റിസൾട്ട് ഉണ്ടാകും. അരി വേണ്ടത് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരത്തിക്ക് പോലും ആകെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ 50-60% അരി ഭക്ഷണം ആവശ്യമുള്ളൂ. അതെ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഗോതമ്പിൽ കുറച്ച് ഫൈബർ കൂടുതലുണ്ട്, കുറച്ച് ചില സാധനം കൂടുതലുണ്ട്, വലിയ വ്യത്യാസമില്ല. കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. ഞാൻ സമയം കുറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൽ കായിക അധ്വാനമുള്ള ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്? ചുമടോ അല്ലെങ്കിൽ തോട്ടപ്പണിയോ? ഇല്ല. എന്താന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ചോദിക്കേണ്ടതില്ല. 35 ലക്ഷം ബംഗാളികളും തമിഴന്മാരും ഒക്കെ ഇങ്ങോട്ട് വരുന്നത് അതിനുവേണ്ടിയാണ്. നമ്മൾ പണിയെടുക്കാത്ത മോശമൊന്നുമല്ല. കേരള സമൂഹം വികസിക്കുകയാണ്. എല്ലാവരും നമ്മുടെ മക്കളൊക്കെ ഡോക്ടർ, എഞ്ചിനീയർമാരൊക്കെ മാറി. അപ്പോൾ പണിയെടുക്കാത്ത ആളുകൾക്ക് ഒരു 40% കൊണ്ട് ചെറുപ്പക്കാരായാൽ പോലും ആകെ കഴിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റ്. പണിയെടുക്കാത്ത ഒരു 50 കഴിഞ്ഞവർക്ക് 25-30, അതിനെപ്പോലെ 70 കഴിഞ്ഞവർക്കൊക്കെ 25% കാർബോഹൈഡ്രേറ്റ് വേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ അരി നമ്മൾ ആലോചിച്ച് നോക്കെ, കണ്ണടച്ചെന്ന് കണക്കൂട്ടി നോക്കെ, എത്ര കഴിക്കും? 90%-ത്തിലധികം അരിയല്ലേ. രാവിലെ ഒരു ചായ, ഒരു പുട്ടും അല്ലെ ഒരു കടിയോ ആദ്യം, അത് കഴിഞ്ഞ് 3-4 ദോശയും കറിയും. കറി ഉരുളക്കിഴങ്ങാണെങ്കിൽ അതും കാർബോഹൈഡ്രേറ്റ് ആണല്ലേ. ഉരുളക്കിഴങ്ങാണെങ്കിൽ അതും കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കഴിഞ്ഞ് 10 മണിയുടെ ചായ ഉണ്ടെങ്കിൽ അതിനും കടി കാർബോഹൈഡ്രേറ്റ് ആണ് ഇല്ലേ. ഉച്ചക്ക് 1.5 പ്ലേറ്റ് ചോറും കാർബോഹൈഡ്രേറ്റ് ആണ്. 4 മണിക്ക് ചായയും കടിയുണ്ടെങ്കിൽ അതും കാർബോഹൈഡ്രേറ്റ് ആണ്. മറ്റേതിൽ പഞ്ചസാരയും ചായ. രാത്രി ഫുൾ എല്ലാ ചോറും തീർക്കണ്ടേ. അങ്ങനെ കഴിഞ്ഞാൽ നമുക്കെല്ലാം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണ്. ഞാൻ ഈ 70 കഴിഞ്ഞ് 71 ഇങ്ങനെ ജീവിക്കുന്നതിന് കാരണം ഞാൻ ഈ പറയുന്ന കാര്യം ഗാന്ധിജിയുടെ ഒരു സന്ദേശമില്ല. എന്താണ്? എൻ്റെ ജീവിതമാണ്, ഞാൻ ഗാന്ധി അല്ലെങ്കിലും എൻ്റെ ആരോഗ്യ ജീവിതമാണ് എൻ്റെ ആരോഗ്യ സന്ദേശമെന്ന് തീർച്ചയായും പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റും, എന്നെപ്പോലെ എല്ലാവർക്കും ആകാൻ പറ്റും. 50-60 കഴിഞ്ഞാലും ഇനിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റിൻ്റെ അരി കൂടുതൽ തിന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. മത്സ്യമാംസമൊക്കെ കുറച്ച് കുറയ്ക്കുകയും അരി ഈ പറഞ്ഞ കണക്കിന് ചെയ്യുകയും വെള്ളം കണക്കായി കുടിക്കുകയും ചെയ്താൽ തന്നെ കാര്യങ്ങൾ ഒരു 3/4 ഭാഗം ശരിയാവും. ഇനി പ്രോട്ടീനാണ് രണ്ടാമത്തെ സാധനം. പ്രോട്ടീൻ നമ്മൾ ഡെഫിഷ്യൻസി ഇല്ല. കുറച്ച് ആളുകൾ അധികം കഴിക്കുന്നത്, അധികം കഴിച്ചാൽ വലിയ കുഴപ്പമില്ല, ഇത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യില്ല. അധികം കഴിച്ചാൽ എവിടെ എത്തും? കക്കൂസ് ടാങ്കിലേക്കാണ് പ്രോട്ടീൻ പോകുക. പിന്നെ വല്ലാതെ അധികം കഴിച്ചാൽ കിഡ്നിക്കൊക്കെ ചെറിയ പ്രോബ്ലം വരും. അത് വലിയ കുഴപ്പമില്ല. മത്സ്യമാംസമൊക്കെ ആകാം. ഫാറ്റ്, 4-മത്തത് ഫാറ്റാണ്. 3-മത്തത് ഫാറ്റാണ്. ഫാറ്റ് നമ്മൾ ഡെഫിഷ്യൻസി ഇല്ല, കുറച്ച് കൂടുതലാണ്, വല്ലാതെ കൂടുതലില്ല. പക്ഷേ ഫാറ്റിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തടിയുള്ള ആളുകളൊക്കെ ഇല്ലേ, നമ്മൾ തടി കുറയുന്നുണ്ടോ? പട്ടിണി കിടന്നാൽ പോലും തടി കുറയില്ല. എക്സസൈസ് ചെയ്താലും തടി കുറയില്ല. പക്ഷേ എക്സസൈസ് ചെയ്താൽ തടി വേഗം കുറയാനൊരു സൂത്രം പറഞ്ഞുതരാം. ശരീരത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്. നമ്മുടെ നിയമമൊന്നും ശരീരത്തിന് ബാധകമല്ല. ഭൂമിയുടെ, പ്രകൃതിയുടെ നിയമങ്ങളില്ലേ, രാവിലെ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ഒരു നിയമം അനുസരിച്ചാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി അങ്ങനെയാണ്. അതുപോലെ ശരീരത്തിൽ നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുന്നത് ഫാറ്റ് കുറച്ച് കളയാം, ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഫാറ്റ് കുറയണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ പാടില്ല, ഗ്ലൂക്കോസ് പോകണം. ഗ്ലൂക്കോസ് സ്റ്റോറേജ്, ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റിൻ്റെ പണി എന്താ? ശരീരത്തിൽ ഊർജ്ജം ഉണ്ടാക്കുകയാണ്. ഞാനീ പ്രസംഗിക്കുന്നത് ഇന്നലെ കഴിച്ച കാർബോഹൈഡ്രേറ്റ് കൊണ്ടാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ പണി, കാർബോഹൈഡ്രേറ്റ് ആമാശയത്തിൽ ദഹിച്ച് ചെറുകുടൽ വെച്ച് ലിവറിലെത്തി ഗ്ലൂക്കോസ് എല്ലാ സ്ഥലത്തും ശേഖരിക്കും. അധികമുള്ള ഗ്ലൂക്കോസ് ലിവറിൽ ശേഖരിച്ച് വെക്കും. പിന്നെ ഒരു തരം ഫാറ്റാക്കി മാറ്റുകയാണ് അല്ലേ. ഫാറ്റി ലിവർ വരുന്നത് പണ്ട് ലിവറിന് കംപ്ലൈൻറ്റ് വന്നാൽ ഇതാ തോന്നുന്നത്. ഇപ്പോൾ അരി ഇങ്ങനെ കഴിക്കുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം. ഇപ്പോൾ ശരീരത്തിൻ്റെ ഒരു മെക്കാനിസം, നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ മാത്രമേ ഫാറ്റിനെ കത്തിക്കാൻ തുടങ്ങുകയുള്ളൂ. അത് മനസ്സിലാക്കണം. രാത്രി 1.5 പ്ലേറ്റ് ചോറും തിന്ന് ഇവിടെ വന്ന് എന്ത് ഗുസ്തി കളിച്ചുകൊണ്ടും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. കാർബോഹൈഡ്രേറ്റ്, അരി ഭക്ഷണം കുറക്കാതെ നിങ്ങൾ മെക്സവൻ രാവിലെ ഉച്ചക്കും വൈകിട്ടും ചെയ്താലും എന്ത് കുറയില്ല? വെയിറ്റ് കുറയണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഫാറ്റ് ഇവിടുന്ന് റിമൂവ് ആകാനാണ്. ഇങ്ങനെ എത്ര ചെയ്തിട്ടും കാര്യമില്ല. കാർബോഹൈഡ്രേറ്റ് കുറക്കണം അതുകൊണ്ടാണ് മെക്സവനിൽ പറയുന്നില്ല, സന്ധ്യ ആകുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കണം. കഴിയുന്നോ നേരത്തെ കഴിക്കുന്നതാണ്
തടി കൂടുതലുള്ള പ്രമേഹമുള്ളവരൊക്കെ രാത്രി ഭക്ഷണം കാർബോഹൈഡ്രേറ്റ്. ചില ആൾ പറയും ഞാൻ അരി ഒഴിവാക്കി, പിന്നെ എന്താ 5 ചപ്പാത്തി, പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി. ഫാസ്റ്റ് ഇല്ല, മെക്സവൻ ഒരിക്കലും നിർത്തുന്നില്ല. മെക്സവൻ ചെയ്യാൻ വരുമ്പോൾ രാവിലെ കനമുള്ള ഭക്ഷണം കഴിക്കരുത്, ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു വരിക. വെള്ളം ധാരാളം കുടിക്കുക, ആവശ്യത്തിന്. വൈകുന്നേരം ആവുകളുള്ള വെള്ളവും ഫ്രൂട്ട്സും കഴിക്കാം. അതായത് ഞാൻ ഒരു 10-35 കൊല്ലമായി മുസ്ലിം മാസികകളിലൊക്കെ, ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ടില്ല, വ്രതകാലത്തെ ആരോഗ്യ ഭക്ഷണം എഴുതാറുണ്ട്. ഗ്രൂപ്പിൽ എഴുതാം, നാളെ വേണമെങ്കിൽ എഴുതാം, എല്ലാ ഗ്രൂപ്പിലും വരും, ജില്ലാ ഗ്രൂപ്പിൽ എഴുതിയാൽ. അതായത് ശരിക്കും നോമ്പിന് സമയം ഇത് കഴിഞ്ഞ പാട്, നോമ്പ് തുറന്ന ഉടനെ ഇളനീരും ഫ്രൂട്ട്സും ഒക്കെ ധാരാളം കഴിക്കുക. പിന്നെ ഒരു 8 മണിക്ക് ഭക്ഷണം കഴിക്കുക. പക്ഷെ നേരെ ഉണ്ടാവില്ല അല്ലേ, തുറക്കുന്ന ഉടനെ തന്നെ സാധനങ്ങൾ. രാവിലെ ഫ്രൂട്ട്സ് മാത്രം. പ്രമേഹമുള്ള ആളാണെങ്കിൽ പച്ചക്കറികൾ മാത്രം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. എന്നിട്ട് വന്നാൽ മെക്സവൻ ലീവ് ആക്കുന്നില്ല. മെക്സവൻ ഒരു 5 പ്രാവശ്യം 3 പ്രാവശ്യം ആദ്യം ചെയ്യാം. നോമ്പുള്ള ആൾക്ക് 5 പ്രാവശ്യം ചെയ്യാം. പിന്നെ വേണമെങ്കിൽ മെക്സവൻ കഴിഞ്ഞ കൊല്ലോ അതിന് മുമ്പത്തെ കൊല്ലോ ഒന്നും എവിടെയും നോമ്പിന് ലീവാക്കിയിട്ടില്ല. നമ്മളെ വിഷയം മാറിപ്പോകുന്നതുകൊണ്ട് ഇതിലേക്ക് വരാം. പിന്നെ വൈറ്റമിനാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലേ? നമ്മൾ ഈ കത്തിച്ച് കളയാം, മെക്സവന് പോയിട്ട് എല്ലാം കൊഴുപ്പ് തടിയൊക്കെ കുറച്ച് കളയാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ തലേന്ന് രാത്രിയുള്ള കാർബോഹൈഡ്രേറ്റ് അരിഭക്ഷണം നല്ലോണം കുറക്കണം, രാത്രി നേരത്തെ കഴിക്കണം. എന്നിട്ട് മെക്സവൻ ചെയ്താൽ, അല്ല നമ്മൾ വ്യായാമം ചെയ്താൽ ആദ്യം. അപ്പോൾ ഈ 15 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്ന വാമപ്പ് എന്തിനാണ്? ശരീരം ചൂടായാലല്ല ഉദ്ദേശം, കുറച്ച് ഗ്ലൂക്കോസൊക്കെ ഉള്ളതങ്ങ് തീരണം. പിന്നെ നമ്മൾ മെക്സവൻ ചെയ്യുമ്പോൾ എന്താണ് തീരുക? മെക്സവൻ ചെയ്യുമ്പോൾ പിന്നെ എന്താ ഊർജ്ജത്തിന് ഉപയോഗിക്കുക? ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പാണ് ഉപയോഗിക്കുക. അങ്ങനെ വേണമെങ്കിൽ തലേന്ന് അധികം അരിഭക്ഷണം ഗോതമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കണം. വന്ന് 15 മിനിറ്റ് നടക്കണം. 15 മിനിറ്റ് സ്ട്രോങ്ങിൽ നടക്കുമ്പോഴേക്കും പട്ടാളക്കാരൊക്കെ നടക്കുമ്പോൾ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്താൽ തലേന്നുള്ള ഗ്ലൂക്കോസ് സ്റ്റോറേജ് കുറയും. പിന്നെ മെക്സവൻ അരമണിക്കൂർ ചെയ്യുമ്പോൾ എന്താണ് ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കുക? ഫാറ്റാണ്. അപ്പോൾ തടി കുറഞ്ഞു വരും. കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയാൽ മതി. കാർബോഹൈഡ്രേറ്റ് 1 മാസം പരമാവധി ഒരു 10% ചുരുക്കിയാൽ തടി പെട്ടെന്ന് കുറയും. അപ്പോൾ അതിലേക്ക് ഒരേ വൈറ്റമിനാണ്. ഡെഫിഷ്യൻസി ഉള്ള സാധനം 2ആണ്, വൈറ്റമിനാണ്. ഇതെല്ലാം കഴിക്കുന്നതാണെങ്കിൽ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഉണ്ടാവും. വൈറ്റമിൻ നമുക്ക് ആവശ്യമുള്ളത് കിട്ടണമെങ്കിൽ പച്ചക്കറികൾ, ഇലക്കറികൾ എല്ലാ ദിവസവും എല്ലാ നേരവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അണ്ടിവർഗ്ഗങ്ങൾ, പഴവർഗ്ഗം, നാളികേരം ധാരാളം കഴിക്കാം, തേങ്ങ കഴിക്കാം. ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എല്ലാ കുഴപ്പവും വരുന്ന അരി 3 ഇരട്ടി കഴിക്കുന്നതുകൊണ്ടാണ്. കുറച്ച് കാർബോഹൈഡ്രേറ്റ്, പരിപ്പുകളൊക്കെ കഴിക്കാം, അതിൽ പ്രോട്ടീനൊക്കെ ഉണ്ട്. കടലയും പയറും പരിപ്പൊക്കെ കഴിക്കാം. സമയം അപ്പോൾ ഇത് പറഞ്ഞു നിർത്താം. അപ്പോൾ നമ്മൾ വൈറ്റമിൻ എ കുറഞ്ഞാൽ അല്ലേ കണ്ണിന് കുഴപ്പം വരും. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ആരും കൊണ്ടോ ഇത് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചാകാൻ പോകുന്ന പോലെ ഉണ്ടാവും, ജീവനില്ലാത്ത പോലെ ഉണ്ടാവും, മുടിയൊക്കെ പൊട്ടും, പല പ്രശ്നങ്ങളുണ്ടാവും, മസിൽ പിടുത്തം പലതും ഉണ്ടാവും. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ പെട്ടെന്ന് വെയിൽ കൊണ്ടുകൊണ്ടൊന്നും വൈറ്റമിൻ, എല്ലാവരും പറയും വെയിൽ കൊണ്ടാൽ മതി അല്ലേ. എപ്പോൾ വെയിൽ കൊള്ളും? രാവിലത്തെ വെയിൽ കൊണ്ട് ഒരു വൈറ്റമിൻ ഡി ഉണ്ടാവില്ല. വൈറ്റമിൻ ഡി വെയിൽ നിന്ന് കിട്ടുകയല്ല, വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ ഒരു 11 മണി കഠിന വെയിൽ കൊള്ളണം, ഒരു 3 മണി വരെ. അതൊന്നും വെലുങ്ങനെ പ്രായോഗികമല്ല. തൽക്കാലം വൈറ്റമിൻ ഡിയുടെ ഗുളിക കുറച്ച് കഴിക്കുക, എന്നിട്ട് പിന്നെ കുറച്ച് വെയിലും കൊള്ളുക, സമീകൃത ആഹാരമാക്കിയാൽ മതി. അതുപോലെ വൈറ്റമിൻ ബി, അങ്ങനെ പലതും കുറഞ്ഞാൽ ധാരാളം അസുഖങ്ങളുണ്ട്. അപ്പോൾ വൈറ്റമിൻ കിട്ടണമെങ്കിൽ ഓർക്കുക, നമ്മുടെ കോഴി ബിരിയാണിയിലും മറ്റേ മന്തിയിലൊന്നുമല്ല വൈറ്റമിൻ ഉള്ളത് ഇലക്കറിയിലും വിവിധതരം പച്ചക്കറിയിലുമാണ്. പഴവർഗ്ഗങ്ങളും കഴിക്കാം, പ്രമേഹമുള്ളവർ കഴിയില്ല. അതുപോലെ പിന്നെ മിനറൽസ്, ധാതുലവണങ്ങൾ ചിലതൊക്കെ കുറഞ്ഞാൽ മാനസിക അസ്വസ്ഥത, സിങ്ക്, അതുപോലെ ചിലത് കുറഞ്ഞാൽ മാനസിക രോഗം പോലും ഉണ്ടാവും. സോഡിയം, ഇതെല്ലാം കിട്ടണമെങ്കിൽ ഈ സോഡിയം പിന്നെ ധാതുലവണങ്ങളും വൈറ്റമിനും കിട്ടണമെങ്കിൽ വിവിധ പച്ചക്കറികളും അതുപോലെ ഇലക്കറി എപ്പം ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ധാന്യാഹാരത്തെ കൂടെ കഴിക്കണം. ഞാൻ ഒരു 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. സമയം വൈകുന്നുണ്ട്, എനിക്ക് തിരക്കില്ല. എനിക്ക് 9 മണിക്ക് ഇവിടെ ഒരു പരിപാടിയുണ്ട്. 9 മണിക്ക് ഒരു പരിപാടിയുണ്ട്, പ്രസംഗ പരിശീലനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് എനിക്ക് 2 കൂടി ഒരു ദിവസം ആകുമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ പിന്നൊന്ന് വെള്ളത്തിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ വെള്ളം റെഡിയായി കുടിക്കണം എല്ലാവരും. കാർബോഹൈഡ്രേറ്റ് കുറക്കാൻ പ്രയാസമുള്ള പിന്നെ മില്ലറ്റ് ആക്കാം. പ്രമേഹമുള്ളവർക്ക് മില്ലറ്റ് ചെറുധാന്യങ്ങളാക്കാം. പിന്നെ പറയാനുള്ളത് ശരീരത്തിൻ്റെ pH, നമ്മൾ കൃഷിക്കാരില്ലേ ഇതിൽ മണ്ണിൻ്റെ pH നോക്കുന്നവരില്ലേ, ശരീരത്തിൻ്റെ pH നോക്കണം. ശരീരത്തിൻ്റെ pHനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം, ഇതിൽ ഹജ്ജിന് പോയ എത്ര ആളുണ്ട്?
ഹജ്ജിന് പോയ ആളുകൾ അല്ലേ, അവിടെ നിങ്ങളൊരു വെള്ളം കൊണ്ടുവന്നിരുന്നു അല്ലേ? അതൊരു പുണ്യ ജലമാണ്. അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ഇതുപോലുള്ള വെള്ളം ലോകത്തിലെ വിവിധ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇത് വിശ്വാസപരമായൊരു മഹത്വം അതിനുണ്ട്. അതിൽ ശാസ്ത്രീയമായ ഒരു കാര്യം, ഈ വെള്ളത്തിൻ്റെ pH 9-നും 10-നും ഇടക്കാണ്. എല്ലാ ദിവസവും അത് കുടിക്കുകയാണെങ്കിൽ, പാകിസ്ഥാനിലൊരു സ്ഥലമുണ്ട് നമ്മുടെ കാശ്മീരിൻ്റെ അപ്പുറം, അവിടെ 100 വയസ്സാണ് ശരാശരി ആരോഗ്യം. ഒരു രോഗം ഉണ്ടാകാറില്ല. 60 വയസ്സുള്ള വനിതകളെ കണ്ടാൽ 17കാരിയെ പോലെ തോന്നുന്നൊരു സ്ഥലം. സ്ഥലം യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റും. എന്തായാലും അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ വെള്ളം ഇതാണ്. ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത pH, നമ്മളെ കിണർ വെള്ളത്തിൻ്റെ pH എത്രയാണ് വയനാട്ടിൽ? 7 പല സ്ഥലത്തും ഇല്ല. 5.5 മുതൽ 7 വരെ, 5.5 മുതൽ 6.5 വരെയാണ്. എത്ര pH-ലാണ് വെള്ളം കുടിക്കേണ്ടത്? 8-ൽ കുടിക്കണം. 7.356 രക്തത്തിൻ്റെ pH. യാതൊരു തരത്തിലും അത് കുറച്ച് മാറിയ ആൾ വെടിയായി പോകും. ശരീരം അത് മാറാതിരിക്കാൻ വേണ്ടി ധാരാളം പരിപാടി നടത്തും. ഇപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ എത്ര ടെമ്പറേച്ചർ? ഒരു 20-21 ഉണ്ടാവും. നമ്മുടെ ടെമ്പറേച്ചർ എത്ര? 37 അല്ലേ? ഇതിങ്ങനെ നിലനിർത്താൻ വേണ്ടി ശരീരം കൊഴുപ്പോ ഇതൊക്കെ കത്തിച്ച് വേണം. അതാണ് തണുപ്പുള്ള സ്ഥലത്ത് കുറച്ച് ബീഫും ഇതൊക്കെ അധികം കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ pH അങ്ങനെ തന്നെയാണ്. അപ്പോൾ pH കുറഞ്ഞാൽ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെള്ളയരിയുടെ pH വളരെ കുറവാണ്, അസിഡിക്കാണ്. വെള്ളയരി അസിഡിക്കാണ്. മത്സ്യം, മാംസം, മുട്ടയെല്ലാം അസിഡിക്കാണ്. പക്ഷേ അതോടൊപ്പം ടാലിയാണ്ടേ pH. ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ വെള്ളം വിടുന്നത് 8 pH കണക്കാക്കിയാണ്. അതിനവർ കുമ്മായത്തിൻ്റെ ഒരു എസൻസ് പോലത്തെ ഒരു സാധനം. വാട്ടർ അതോറിറ്റിയിൽ ആരും കൊണ്ടോ വർക്ക് ചെയ്ത്? വാട്ടർ അതോറിറ്റിക്കാർ വെള്ളം എവിടെ നിന്ന് എടുത്താലും വെള്ളം വെട്ടിലാണ്. അപ്പോൾ ഈ സംസം വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മൾ ഒരു വിശ്വാസത്തിന് വേണ്ടി കുറച്ച് കഴിക്കാറുണ്ട്. അതുപോലെ pH കൂടുതലുള്ള സാധനം നമ്മൾ ദിവസേന കഴിക്കണം. അപ്പോൾ pH കൂടിയ ഒരു വസ്തു കേരളത്തിൽ ഗ്രാമങ്ങളിൽ ഫ്രീ ആയി കിട്ടുന്നതാണ്. pH സംസം വെള്ളത്തിൻ്റെ അടുത്ത് pH ഉള്ള, pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, ക്ഷാരഗുണം കൂടുതലുള്ളത് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഫ്രീ ആയി കിട്ടുന്നതാണ്. ഒരു ഭക്ഷ്യവസ്തുവാണ്. വെറുതെ കിട്ടുമോ? വാഴപ്പിണ്ടിയാണ്. സംസം വെള്ളത്തിൻ്റെ അടുത്താണ് അതിൻ്റെ നീരിൻ്റെ pH. വെറുതെ കിട്ടുന്നതാണ്, ഒരു വിലയില്ല അല്ലേ? ടൗണുകളിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൽപ്പറ്റന്ന് വാങ്ങിയത് 20 രൂപ. ഒരു വലിയ കഷ്ണമാണ് കായ്പിടി. അപ്പോൾ ഈ സാധനം നമ്മൾ, പിന്നെ കുക്കുംബറൊക്കെ ശരിയാണ്, കുക്കുംബർ. ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഗൾഫിലൊക്കെ പോയി വരില്ല, അറബികൾ ഇംഗ്ലീഷുകാരൊക്കെ മത്സ്യമാംസം കഴിക്കും. നമ്മളെങ്ങനെയാണ് മത്സ്യമാംസം കഴിക്കുന്നത്? 1.5 പ്ലേറ്റിൽ ചോറിൻ്റെ കൂടെ 2 കഷ്ണം ബീഫ്. ഇങ്ങനെ ലോകത്തിൽ ആരും കഴിക്കുന്നില്ല. അറബികൾ ഇംഗ്ലീഷുകാരൊക്കെ എങ്ങനെയാണ് മത്സ്യമാംസം കഴിക്കുക? ഒരു കോഴി തികച്ചും അതിൻ്റെ ഇരട്ടി പച്ചക്കറിയും ഇല്ലേ, കക്കരി, സാലഡ്. ലോകത്തിലുണ്ടാക്കുന്ന ക്യാബേജും തക്കാളിയൊക്കെ മഹാഭൂരിപക്ഷം ഉപയോഗിക്കുന്നത് പച്ച തിന്നാനാണ്. അതാണ് നമ്മൾ ക്യാബേജ് വാങ്ങിയിട്ട് വെന്തില്ലെങ്കിൽ വൈഫിനില്ലേ വീട്ടുകാരെ തെരുവറി ഇത് വെന്തിട്ടില്ലാന്ന്. ക്യാബേജൊക്കെ പച്ച തിന്നാനാണ് ലോകത്തിലാകെ ഉപയോഗിക്കുന്നത്, തക്കാളിയും. അപ്പോൾ ഈ മത്സ്യമാംസം നോണായാലും നമ്മുടെ വെള്ളയരി ആയാലും ഇതൊക്കെ കഴിക്കുമ്പോൾ പച്ചക്കറികൾ പച്ചയായി, പ്രത്യേകിച്ച് കുക്കുംബർ. അതുപോലെ ഈ വാഴപ്പിണ്ടി എല്ലാവരും ശേഖരിക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. പഴയ ചോറും കറിയൊക്കെ പോലെ വാഴപ്പിണ്ടി ഫ്രിഡ്ജിൽ വെക്കുക. എല്ലാ ദിവസവും ഉപ്പേരിയായും ഉണക്കായും. വാഴപ്പിണ്ടി പിന്നെ അത് ഉപ്പേരിക്ക് ചേരുന്നൊരു സാധനമുണ്ട്, വേറൊരു സാധനം അല്ലേ? ചെറുപയർ ചേരും. മുതിരയാണ് ഇതിന് ഏറ്റവും നന്നായി ചേരുന്നൊരു സാധനം. മുതിരയാണ്. ചെറുപയറും ആകാം. എല്ലാ ദിവസവും ഇതാക്കിയാൽ ഫ്രീ കിട്ടുന്നതല്ലേ? ബത്തേരി ടൗണിൽ ചിലപ്പോൾ പച്ചക്കറി കടയിൽ ഫ്രീ ശേഖരിച്ച് 1-2 വാഴേൻ്റെ ശേഖരിച്ച് വെക്കുക. വളമിടാത്ത വാഴേൻ്റെ നല്ലതാണ്, വളമിട്ടതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന് അടുത്ത് നമ്മൾ ടാലി ആകാൻ വേണ്ടി പച്ചക്കറിയിൽ നമ്മൾ ഈ മത്സ്യമാംസമൊക്കെ ദിവസേന കഴിക്കുന്നവർ, മുട്ട കഴിക്കുന്നവർ, പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നവർ, വെള്ളയരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ സംസം വെള്ളത്തിൻ്റെ ആ തിയറി, എന്ത് തിയറിയാണ്? pH തിയറി. pH ടാലി ആകാൻ വേണ്ടി നമ്മൾ കഴിക്കാവുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ സാധനം ഇപ്പോൾ പറഞ്ഞു, വാഴപ്പിണ്ടി. അതിന് ഏറ്റവും തൊട്ടടുത്തുള്ളത് മുതിരയല്ല, ചുരങ്ങ എന്ന് പറഞ്ഞ സാധനമില്ല, ഔഷധ സമാനമായ സാധനമാണ് ചുരങ്ങ. പിന്നെ നേരത്തെ പറഞ്ഞ കക്കിരി, ഇളവൻ, വെള്ളരി, കോവക്ക, പടവലം, ഇതെല്ലാം pH സംസം വെള്ളത്തിനടുത്താണ്. അതുകൊണ്ട് ഈ pH കൂടിയ സാധനങ്ങൾ 6 എണ്ണം പറഞ്ഞു. വാഴപ്പിണ്ടി, ചുരങ്ങ, പടവലം, കോവക്ക, കക്കിരിവിനെ പച്ച തിന്നാനാണ്, കോവക്ക. ഇത്രയും 6 സാധനങ്ങൾ വേറെ എല്ലാ ആഴ്ചയും ഓരോ കിലോ 2 കിലോ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുക.
മെക്സവനോടൊപ്പം ഈ ചേരുവകളൊക്കെ ചേർത്താൽ നമ്മൾ എന്നെ പോലെ ഇരിക്കും 70 വയസ്സായാൽ. നമ്മളെ കേരളത്തിൽ ചില ആളുകളുണ്ട്. ഇപ്പോൾ പഴയ BJPയുടെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളില്ലേ, രാജഗോപാൽ. അയാൾക്ക് എത്ര വയസ്സാ? ടി വിയിലെടുക്കുകയാണല്ലേ. എത്ര വയസ്സാ? 94 റണ്ണിങ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ VS അച്യുതൻ മുഖ്യമന്ത്രിക്കൊക്കെ ഒരു 80 വയസ്സാകും ആൾ പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇയാൾ ഒറ്റ കൈപ്പൊക്കും. നമ്മുടെ മെട്രോ മാനില്ല, എത്ര വയസ്സാ പോലും? 93 ആണ്. 93 വയസ്സാണ്. ഒരു 4-5 കൊല്ലം മുമ്പ് വരെ നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു പുള്ളി. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ കാണാം ചില ആൾ. നമ്മുടെ കോവിഡ് കാലത്ത് 100 വയസ്സായി കോവിഡ് മാറിയ ഒരു വനിത, 2 മുസ്ലിം വനിതകളാണ് അല്ലേ. അവരോട് പത്രക്കാർ ചോദിച്ച ഇൻ്റർവ്യൂ എൻ്റെ അടുത്ത് TV ഉണ്ട്. ഞാൻ കുറച്ച് ഭക്ഷണം, കുറച്ച് ഇവിടെയൊക്കെ കിട്ടുന്ന അതൊക്കെ, കുറച്ച് ചോറും കുറച്ച് പച്ചക്കറിയും കുറച്ച് കർമൂസയൊക്കെയാണ് കഴിക്കുന്നത്. ചായ കുടിക്കുന്നത്, ബേക്കറി കഴിക്കലില്ല. എന്നിട്ടാണ് ലോക റെക്കോർഡാണ്. 100 വയസ്സായില്ലേ? 100 വയസ്സോ 90 വയസ്സായി കോവിഡ് വന്ന് മാറിയ ലോകത്തിലെ അപൂർവ ജീവികൾ 2 മുസ്ലിം സ്ത്രീകളാണ്. അവരോട് ചോദിച്ചപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി സംശയങ്ങൾ ചോദിച്ചാൽ പറയാം. അപ്പോൾ വെള്ളം 20 കിലോ തൂക്കത്തിന് 1 ലിറ്റർ, കാർബോഹൈഡ്രേറ്റ് അരി ആകെ കഴിക്കുന്നതിൻ്റെ ഒരു 30-40 വരെ ആകാം. നല്ല പ്രായമുള്ളവർ, പ്രമേഹക്കാരൊക്കെ 25 മതി. പ്രമേഹക്കാർ കഴിയുന്നതും മുത്താറിയും മറ്റേ തെനയും ചാമയും ഒക്കെ ആക്കുക. ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് 1 സ്പൂൺ അരിയുമാക്കാം. മത്സ്യമാംസമൊന്നും കുറച്ച് കുറക്കുക, അല്ലാതെ അധികം ആക്കേണ്ടതില്ല. ഓർക്കുക, പച്ചക്കറികളും ഇലക്കറികളും എല്ലാ ദിവസവും ചോറിൻ്റെ കൂടെ എല്ലാ നേരവും വേണം. പിന്നെ പ്രമേഹമില്ലാത്തവർ പഴം, രാത്രി വേണമെങ്കിൽ 1 നേരം പഴമാക്കാം. പ്രമേഹമില്ലാത്തവർക്ക് രാത്രി ഒരു 7 മണിയാകുമ്പോൾ. എൻ്റെ ഭക്ഷണം പറയാൻ പറഞ്ഞത്, രാവിലെ എണീറ്റ ഉടനെ ഞാൻ അധിക ദിവസവും 4-4:30 മെക്സവൻ തുടങ്ങിയപ്പോഴല്ല, അതിനു മുമ്പേ 3:30-4 മണിക്ക്. അപ്പോൾ വായനയൊക്കെയാണ്. എണീറ്റ ഉടനെ വെള്ളം കുടിച്ച് തുടങ്ങും. കുറേശ്ശെ ഓരോ ഗ്ലാസ് കുടിക്കും. തണുപ്പാകുമ്പോൾ വയനാട്ടിൽ ചൂടുവെള്ളം കുടിക്കും. വേനൽക്കാലം വന്ന പച്ചവെള്ളം ഞാൻ കുടിക്കുന്നതാണ്. നിങ്ങൾ മാതൃകയാക്കേണ്ട. ഈ മമ്മൂട്ടി 73-ാം വയസ്സിൽ ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഒരു കാര്യം, അയാളെ വീട്ടിൽ, ഈ മോദീൻ്റെ ഒക്കെ വീട്ടിലൊരു മെഷീനുണ്ട് വെള്ളം എടുക്കുന്ന, കങ്കൻ വാട്ടർ എന്നാണ് അതിൻ്റെ പേര്. മമ്മൂട്ടിയുടെ വീട്ടിലൊക്കെ 5 ലക്ഷത്തിൻ്റെ ആണ്. അയാൾക്ക് എവിടെയൊക്കെ വീടുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ലോകത്തിലെ സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിക്കും. എൻ്റെ വീട്ടിലും 5-6 കൊല്ലമൊക്കെ വാങ്ങി വെച്ചു. ജപ്പാൻ്റെ സാധനമാണ്. അതായത് സാധാരണ വെള്ളം വിട്ടാൽ 9.5 pH ഇങ്ങോട്ട് വരും. അങ്ങേയറ്റത്ത് സംസം വെള്ളം പോലെ വരും. ആ സാധനമാണ് കുടിക്കുന്നത്. അതൊന്നും വേണമെന്നില്ല കേട്ടോ. പൈസ ഉള്ളവരുണ്ടെങ്കിൽ വാങ്ങി വെക്കാൻ പറഞ്ഞു. ലോകത്തിലുള്ള സിനിമാ താരങ്ങളെ വീട്ടിൽ പറയാം, അതിലേക്ക് വരാം. അപ്പോൾ എൻ്റെ ഭക്ഷണം അത് വെള്ളം. അത് കഴിഞ്ഞ് ഞാനും വൈഫേ ഉള്ളൂ. പിള്ളേർ 2 പെൺകുട്ടികളായതുകൊണ്ട് ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ എറണാകുളമാണ്. ഞങ്ങളൊരു കക്കിരി, 2 കൂടി ഒരു കക്കിരി തൊലി കളഞ്ഞ് രണ്ടാൾക്ക് 2 നെല്ലിക്കയും കൂടി അടിച്ച് ജ്യൂസ് അടിച്ച് നേർപ്പിച്ച് ഇത് കുടിക്കും. ഇത് മാതൃകയാക്കാം കേട്ടോ. ഇഷ്ടമാണ്. ഈ pH ടാലിയാകുന്നൊരു സാധനമാണ്. വൈറ്റമിൻ C നല്ല ഉഷാറുണ്ടാവും. ഇന്ന് കഴിച്ചില്ല കേട്ടോ, ഇന്ന് നേരത്തെ